ഒരുപാട് ബീച്ചുകൾ കൊണ്ട് നമ്മുടെ നാട് അനുഗ്രഹീതമാണല്ലേ. അപ്പോൾ എല്ലാ ബീച്ചും കൂടെ ചാനലിൽ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസിനുള്ള സ്കോപ്പുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്പെഷ്യാലിറ്റീസ് ഉള്ള ബീച്ചുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ പോവുകയാണെങ്കിൽ വീഡിയോ ചെയ്തിടാമെന്നായിരുന്നു. ഇത് ഇവിടെ ഇരുന്നുണ്ട് അടുത്ത് പെട്ടെന്ന് എടുത്തത്. തിരുവനന്തപുരം ജില്ലയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന വർക്കലയും കോവളവും ശംഖുമുഖമാണ്. പണ്ട് എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചടങ്ങായിരുന്നു ശംഖുമുഖം ബീച്ച് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ളത്. സോ ഈ 3 ബീച്ചസ് ആണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക. പക്ഷെ നമ്മൾ അങ്ങോട്ട് എന്തായാലും ഇന്ന് പോകുന്നില്ല. സ്പെഷ്യാലിറ്റി ഉള്ള കുറച്ച് ബീച്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ബീച്ച് ആദ്യം കണ്ടത് പൊഴിയൂർ എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. പൊഴിയൂറാണോ പഴയൂർ എന്നാണോ എന്ന് കറക്റ്റ് അറിയില്ല. പൊഴിയൂർ ബീച്ചിലാണ് നമ്മൾ ആദ്യം പോയത്. ആ ബീച്ചിലെ പ്രത്യേകത പൂവാറും കടലും കൂടെ ചേരുന്നത് നമ്മൾ അവിടെ വെച്ച് കണ്ടു. പൊഴിയൂർ ബീച്ചിലെത്തിയപ്പോൾ തന്നെ അതൊരു നോർമൽ ബീച്ചാണെങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള ബീച്ചാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. പ്രത്യേക ഭംഗിയുണ്ട് ഈ ബീച്ചിന്. കാരണം തിരയൊന്നും വലുതായിട്ട് അടിക്കുന്നില്ല. പക്ഷെ ഇവിടെ നല്ല സ്ലോപ്പാണ്. വന്നപ്പോഴേ ഇപ്പം അരുൺ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടുത്തെ അരുൺ ചേട്ടൻ്റെ വീട്ടിലെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു. പറഞ്ഞു ഇവിടെ ഭയങ്കര അപകടമുള്ളൊരു ബീച്ചാണ്, വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ട ബോർഡെന്ന് പറയുന്നത് അപകട മേഖല എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡായിരുന്നു. എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെയുള്ള ബീച്ചാണെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് തോന്നിയത് വെറുതെ ആയിരുന്നില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു ബീച്ചാണ് പൊഴിയൂർ ബീച്ച് എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ മുസീരീസ് കോഴിക്കോട് പോർട്ടുകളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഇതൊരു തുറമുഖമായിരുന്നു. 1000 BC സോളമൻ്റെയും ദാവീദിൻ്റെയും കാലത്ത് സോളമൻ ഇവിടെ ലാൻഡ് ചെയ്തിരുന്നെന്നും ലോകത്തിൻ്റെ ഈ ഭാഗത്തേക്കായിട്ടുള്ള വ്യവസായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നത് ഈ ഭാഗത്തെ പോർട്ട് വഴിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്പൈസസ്, ഐവറി അതുപോലെയുള്ള കാര്യങ്ങളും ചന്ദനം ഒക്കെ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നെന്നൊക്കെ ഹിസ്റ്റോറിക്കൽ രേഖകളിൽ പറയപ്പെടുന്നുണ്ട്. പൊഴിയൂരിൻ്റെ പഴയ പേര് ഒഫിർ എന്നായിരുന്നെന്നും ഇത് ബൈബിളിൽ പറയപ്പെടുന്നുണ്ട് എന്നും ഞാൻ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പൊഴിയൂർ പൂവാർ മേഖലയിൽ പണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ള സെറ്റിൽമെൻറ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അവരും ഈ ഭാഗത്ത് നമ്മളുമായിട്ട് വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു തുറമുഖമാണ് ഈ പൊഴിയൂർ തുറമുഖം. ഇത് നല്ല സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോൾ കണ്ടാൽ തോന്നും ഇവിടെ ഒട്ടും കുഴിയില്ലെന്ന്. പക്ഷേ ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഡീപ്പാണ്. ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ചില തിരകളുണ്ടല്ലോ, നമ്മളെ കാലിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് തിരകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രീസിൻ്റെയും റോമൻ എംപയറിൻ്റെയും പ്രതാപകാലത്ത് അവരും ഈ ഭാഗത്തെ പോർട്ടിലൂടെയാണ് നമ്മളുമായി വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്നത്. പൂവാറല്ല, ഇതാണ് പൊഴിയൂർ ബീച്ചിൻ്റെ പ്രത്യേകത. ഈ വരുന്നത് നമ്മുടെ പൂവാറാണ്. പൂവാറ് വന്നിട്ട് കടലിലേക്ക് ചേരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അപകടമെന്ന് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം വളരെ ഫോഴ്സിനാണ് ആ പൂവാറ് വന്ന് ഒഴുകി കടലിലേക്ക് കയറുന്നത്. അത്രയും ഭാഗം ഒരുമാതിരി വയലൻ്റ് ആയിട്ട് കിടക്കുവാണ്. പിന്നെ ഈ തിട്ട കണ്ടില്ലേ, ഈ തിട്ട എപ്പോഴും തിരയടിക്കുമ്പം ഇടിഞ്ഞിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴും. സോ നമ്മൾ ഇതിൻ്റെ എഡ്ജിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വളരെ അപകടമാണ്. അങ്ങോട്ട് ഒരിക്കലും പോകരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടില്ലേ മണ്ണ് ഇടിഞ്ഞ് താഴെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇടിഞ്ഞ് താഴെ പോകും. പോയി കഴിഞ്ഞാൽ ഈ ഫോഴ്സിനങ്ങ് ഉള്ളിലോട്ട് പോകത്തതേ ഉള്ളൂ. പിന്നെ നോക്കണ്ട ബൈബി. ഇതാണ് പൊഴിയൂർ ബീച്ച് കാഴ്ചകൾ. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുന്നില്ല. കാരണം അവർ പ്രത്യേകം പറഞ്ഞു വിട്ടിരുന്നതിന് അപ്പുറത്തോട്ട് പോകരുതെന്ന്. ആ വെള്ളം ഒഴുകുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് നീന്തലൊന്നും ഒന്നാതെ അറിയില്ല. അതിൻ്റെ കൂടെ വെള്ളത്തിലോട്ടൂടെ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. സോ വെറുതെ എന്തിനാ ഇവിടെ നിന്ന് കാണുക. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള ബീച്ചാണെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഈ കടലിലോട്ടുള്ള ബോട്ടിംഗ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇവിടെ ബോട്ടിങ് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു പ്രത്യേകതയും നമുക്ക് കാണാം. പൂവാറിങ്ങനെ വന്ന് കടലിലേക്ക് ചേരുന്നത് നമുക്ക് കാണാം. അതാണ് പൊഴിയൂർ ബീച്ചിൻ്റെ പ്രത്യേകത. ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് അടിമലത്തുറ എന്ന് പറയുന്ന ബീച്ചാണ്. പൊഴിയൂരിന് 6 കിലോമീറ്റർ അകലെയാണ് അടിമലത്തുറ ബീച്ച് എന്ന് പറയുന്ന ബീച്ച്.
വളരെ വിശാലമായൊരു ബീച്ച് ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് തൊട്ടടുത്ത് അഴിമല ബീച്ച് എന്ന് പറയുന്ന മറ്റൊരു ബീച്ചുമുണ്ട്. ഇത് രണ്ടും വളരെ അടുത്തടുത്ത് കിടക്കുന്ന ബീച്ചാണ്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അടിമലത്തുറ ബീച്ചിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയാണ് അഴിമല ബീച്ചെന്ന് നമുക്ക് കാണിക്കും. നമ്മുടെ അടിമലത്തുറ ബീച്ചിൽ നിന്ന് നടന്നു പോകാവുന്ന അത്രയുമേ ഉള്ളൂ അഴിമല ബീച്ച് എന്ന് പറയുന്നത്. പാറ കൊണ്ടുള്ള ക്ലിഫുകളാണ് അഴിമല ബീച്ചിൻ്റെ പ്രത്യേകത. എനിക്ക് ആകെ അറിയാവുന്നത് ക്ലിഫ് ഉള്ളത് വർക്കല ബീച്ചിൽ മാത്രമായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ തെറ്റിദ്ധാരണ മാറി. നമ്മൾ അടിമലത്തുറ ബീച്ചിൽ നിന്ന് നടന്ന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അഴിമല ബീച്ചിലേക്ക് എത്തും. അഴിമല ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ബീച്ചാണ് അഴിമല ബീച്ച് എന്ന് പറയുന്നത്. പൊടിയുണ്ടോ? ഇതൊക്കെ എന്തൊക്കെയോ ജീവികളാണ്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ സീ അർച്ചിനെ കാണിച്ചു തരാം. എന്തേ ഇപ്പം നമ്മൾ തൊടുമ്പം എന്നെ പിടിക്കുന്നുണ്ടത്. അയ്യേ പറ്റിച്ചേ. ഇത് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അടച്ചു, പെട്ടെന്ന് അടച്ചത്. ഓർഡർ സീ അർച്ചിൻ തന്നെ വേറൊരു കളറ്. അല്ലല്ല, ജീവനുണ്ട്. അടച്ചു. നമ്മളിപ്പോൾ കണ്ട ആ വിശാലമായ ബീച്ചാണ് അടിമലത്തുറ ബീച്ച്. അവിടെ നിന്നാൽ തന്നെ അഴിമല ശിവക്ഷേത്രം കാണാം. ആ ശിവക്ഷേത്രം കാണുന്ന ഭാഗത്തേക്ക് നടന്നു ചെന്നാലാണ് അഴിമല ബീച്ചിലേക്ക് എത്താൻ സാധിക്കുക. ഉള്ളത് ഈ ഒരു ബീച്ച് റിസോർട്ടുകൾ ഒരുപാടുണ്ട്. ആ റിസോർട്ടും അതിനോട് ചേർന്നുള്ള അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ബീച്ചുകളുമാണെന്നാണ് തോന്നുന്നത്. ബീച്ച് പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. എങ്കിലും ഇതുപോലെ കുറേ റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിൽ നിന്നൊക്കെയുള്ള ഈ ബീച്ചിലോട്ടുള്ള ഒരു എൻട്രിയും നമുക്കിവിടെ കാണാൻ പറ്റും.